ആരാണ് ഇമാം നിൽക്കേണ്ടത്? മറ്റു പല ഹദീസുകളിലും ഇമാമിൻ്റെ യോഗ്യതകൾ വന്നിട്ടുണ്ട്. അത് ആരാണ് ഖുർആൻ കൂടുതൽ പഠിച്ചത് അയാൾ ഇമാമത്ത് നിൽക്കുക. ഖുർആനിൽ എല്ലാവരും തുല്യരാണോ എങ്കിൽ സുന്നത്ത് പഠിച്ചവർ. ആരാണോ ഹദീസുകളിൽ കൂടുതൽ വിജ്ഞാനമുള്ളത് അവർ. അതിലും ഒരാൾ തുല്യരാണോ എങ്കിൽ അടുത്ത പടിയിലേക്ക് നോക്കുക. അതുപോലെ ഒരാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരാൾക്ക് നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകളൊന്നും അറിയില്ല. മറ്റൊരാൾക്ക് ഖുർആൻ അറിയാം, പക്ഷെ ഇയാളുടെ അത്ര അറിയില്ല, പക്ഷെ നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ നന്നായി അറിയാം. എങ്കിൽ കൂടുതൽ മുൻഗണന നൽകേണ്ട നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ കൂടി പഠിച്ച ആൾക്കാർ. കാരണം ഇമാമിന് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. തെറ്റിപ്പോയാൽ എന്ത് ചെയ്യണം, കാര്യത്തിൽ മറവി സംഭവിച്ചാൽ എന്ത്, ഇങ്ങനെ പല ഹുക്മുകളുമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികളെയും മറ്റും ഇമാമത്ത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ ഒരു വിധിവിലക്കുകളും കുട്ടിക്ക് അറിയില്ല. മറന്നുപോയാൽ എന്ത് ചെയ്യണം അറിയില്ല. നിസ്കാരത്തിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ എന്ത് ചെയ്യും, കുട്ടിക്ക് അറിയില്ല. അപ്പോൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം കുട്ടിയെ മുന്നിൽ നിർത്തുക, ഇമാമത്ത് നിർത്തുക എന്നതല്ല. മറിച്ച് നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ പഠിച്ചിട്ടുള്ള ആളുണ്ട് പിന്നിൽ. ഖുർആനും അറിയാം, പക്ഷേ ഇത്ര ഹിഫ്ളില്ല. അപ്പോൾ കൂടുതൽ മുൻഗണന ആർക്കാണ്? നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ കൂടി പഠിച്ച, നേരത്തെ നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ അറിയാത്ത, എന്നാൽ കൂടുതൽ ഖുർആൻ അറിയുന്ന ആൾക്കല്ല. മറിച്ച് ആർക്കാണ്? നിസ്കാരത്തിൻ്റെ വിധിവിലക്കുകൾ കൂടി പഠിച്ച, ഖുർആൻ നേരത്തെ പറഞ്ഞ ആളുടെ അത്ര പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നിസ്കാരത്തിൻ്റെ വിധി